90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. ഇതുവരെ കേരളത്തിൽ സംഭവിച്ച വാർത്തകളുടെ സമഗ്ര ചിത്രം കാണാം ഇനിയുള്ള അരമണിക്കൂറിൽ. കേരള സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരാമർശിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലം കോടതിയിൽ. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് എം ശിവശങ്കറിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശിവശങ്കറിന്റെ സംഘത്തിന്റെയും അറിവോടെയാണെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകി. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി യൂണിറ്റാക്കിൽ നിന്നും ലഭിച്ച കമ്മീഷൻ തുകയിൽ ഖാലിദ് സ്വപ്നയ്ക്ക് നൽകിയ 1 കോടി ശിവശങ്കറിനുള്ള കോഴയെന്ന ഇഡി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് NIA ഈ പണം പിടിച്ചെടുത്തിരുന്നു. UAE കോൺസുലേറ്റ് അക്കൗണ്ടന്റ് ഖാലിദിന് കമ്മീഷൻ നൽകിയതും ശിവശങ്കറിന്റെ അറിവോടെയാണ്. ശിവശങ്കറുമായി അടുപ്പമുള്ളവരുടെ പേരുകൾ സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരാൾക്ക് ടോറസ് ടൗൺ പദ്ധതിയുമായി ബന്ധമുണ്ടെന്നും സ്വപ്ന പറഞ്ഞതായി ഇഡിയുടെ റിപ്പോർട്ടിലുണ്ട്. സ്വപ്ന ലോക്കർ കൈകാര്യം ചെയ്തത് ശിവശങ്കറിന്റെ അറിവോടെയാണ്. അതിനർത്ഥം ലോക്കർ ശിവശങ്കറിന്റേതാണെന്നുമാണ് ഇഡിയുടെ റിപ്പോർട്ട്. സന്തോഷ് ഷിപ്പിനുമായി ശിവശങ്കറിന് ബന്ധമുണ്ടായിരുന്നുവെന്നും സ്വപ്ന മൊഴി നൽകി. ഈ സാഹചര്യത്തിൽ ശിവശങ്കറിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് ഇഡി അറിയിച്ചു. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന ഇഡിയുടെ ആവശ്യത്തിൽ 1 ദിവസം കൂടി കസ്റ്റഡി കോടതി അനുവദിച്ചു. ജാമ്യാപേക്ഷയിൽ നാളെ വാദം കേൾക്കും. കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളി ഏറ്റെടുക്കാൻ പോലീസിന്റെ നീക്കം. വിധി നടത്തിപ്പിന് ഇന്ന് തന്നെ ശ്രമിക്കാനാണ് ആലോചന. സുപ്രീം കോടതി വിധിപ്രകാരം കോതമംഗലം പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് പക്ഷത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ 1 വർഷമായിട്ടും ഈ വിധി നടപ്പായില്ല. ഓർത്തഡോക്സ് പക്ഷം നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ പള്ളി ഏറ്റെടുക്കാൻ സർക്കാരിന് കോടതി അന്ത്യശാസനം നൽകുകയും ചെയ്തു. സർക്കാർ സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്രസേനയെ നിയോഗിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും കോടതി നൽകി. സർക്കാർ പക്ഷം പിടിക്കുകയാണെന്നും കോടതി വിമർശിച്ചു. ഇതോടെയാണ് 5 തവണ മുടങ്ങിയ പള്ളി ഏറ്റെടുക്കൽ നടപടിക്ക് ശ്രമിക്കാൻ പോലീസ് നീക്കം ആരംഭിച്ചത്. എന്നാൽ ഏതു വിധേനയും പോലീസ് നടപടിയെ പ്രതിരോധിക്കുമെന്നാണ് യാക്കോബായ വിശ്വാസികളുടെ നിലപാട്. കാരണം ഒരു കാരണവശാലും പള്ളി വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു പൂർണ്ണ തീരുമാനത്തിലാണ് മതമൈത്രി സംരക്ഷണ സമിതി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളി ഓർത്തഡോക്സ് പക്ഷത്തിന് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മതമൈത്രി സംരക്ഷണ സമിതി. മറ്റു പള്ളികളെ പോലെയല്ല, ഈ പള്ളിയിൽ വന്ന് നമസ്കരിച്ചതിനെ ആശ്രയിച്ചു പോകുന്ന ഒട്ടനവധി ജനമാണ് ഈ കോതമംഗലത്തുള്ള ഇവിടുത്തെ കാഴ്ച. പള്ളി പിടിച്ചെടുക്കാനുള്ള നടപടി മുന്നിൽ കണ്ട് വിശ്വാസികൾ പള്ളിക്കകത്ത് തമ്പടിച്ച് പ്രതിഷേധം തുടരുകയാണ്. മതമൈത്രി സംരക്ഷണ സമിതി നാളെ കോതമംഗലം ടൗണിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ജ്വല്ലറി MD TK പൂക്കോയ തങ്ങളെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെങ്കിലും MC കമറുദ്ദീനിൽ നിന്ന് പുതിയ വിവരങ്ങളൊന്നും ലഭ്യമായില്ലെന്നാണ് സൂചന. കമറുദ്ദീന്റെ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3 മണിക്ക് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി MLAയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. കമറുദ്ദീന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും കേസിലെ കൂട്ടുപ്രതിയായ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയ തങ്ങളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. തങ്ങൾ ജില്ല വിടാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. പുതുതായി 2 കേസുകളാണ് ചന്ദേര പോലീസ് കമറുദ്ദീനെതിരെ രജിസ്റ്റർ ചെയ്തത്. വലിയ പറമ്പ് സ്വദേശികളുടെ 22 ലക്ഷം രൂപയുടേതാണ് പരാതി. ഇതോടെ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിലെ ആകെ പരാതികളുടെ എണ്ണം 125ആയി. കണ്ണൂർ അഴീക്കോട് ഹൈസ്കൂളിൽ +2 ബാച്ച് അനുവദിക്കാൻ 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ തുടർച്ചയായ 2ാം ദിവസവും KM ഷാജി MLA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. വേണ്ടത്ര രേഖകൾ ഇഡിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് KM ഷാജി വ്യക്തമാക്കി. കണ്ണൂർ അഴീക്കോട് സ്കൂളിലെ +2 കോഴക്കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ 2ാം ദിവസമാണ് KM ഷാജി MLA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ മാത്രം 14 മണിക്കൂറിലേറെയാണ് MLAയെ ഇഡി ചോദ്യം ചെയ്തത്. കോഴിക്കോട്ടെ മാലൂർക്കുന്നിലെ ആഡംബര വീടിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചായിരുന്നു പ്രധാനമായും ഇഡിക്ക് അറിയേണ്ടിയിരുന്നത്. വീട് നിർമ്മാണത്തിനായി 35 ലക്ഷം രൂപ നൽകിയത് ഭാര്യ വീട്ടിൽ നിന്നാണെന്നും വാഹനം വിറ്റ് കിട്ടിയ തുകയും വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതായും ഷാജി ഇഡിക്ക് മുന്നിൽ മൊഴി നൽകി. സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നും എല്ലാം അറിയുന്നത് ഷാജിക്ക് മാത്രമാണെന്നുമായിരുന്നു ഭാര്യ KM ആശ ഇഡിക്ക് നൽകിയ മൊഴി. ഷാജിയുടെ മുൻ ബിസിനസ് പങ്കാളിയായ TT ഇസ്മായിലിന്റെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഇരുവരും നൽകിയ മൊഴിയും ഷാജിയുടെ മറുപടിയും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് KM ഷാജി ഇഡി ഇന്ന് വീണ്ടും വിളിച്ചു വരുത്തിയത്. കണ്ണൂർ അഴീക്കോട്ടെ സ്കൂൾ കോഴക്കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും KM ഷാജി ഇന്ന് ഉത്തരം നൽകണം. പെരുമ്പാവൂരിൽ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള പോരിൽ ഒരാൾക്ക് വെടിയേറ്റു. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ പെരുമ്പാവൂർ സ്വദേശി ആദിൽ ഷായെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി.
ഇന്നലെ രാത്രിയാണ് പെരുമ്പാവൂർ പാലക്കാട് താഴത്ത് പാലത്തിന് സമീപം ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ വെടിവെപ്പുണ്ടായത്. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ പെരുമ്പാവൂർ സ്വദേശി ആദിൽ ഷായെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തട്ടേക്കാട് സ്വദേശി നിസാർ, മിത്തു തുടങ്ങിയ 6 പേരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആദിൽ ഷായുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. നിസാറിന് ആദിൽ ഷായുടെ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് ആദിൽ ഷായുടെ പിതാവ് സലീം പറഞ്ഞു. ആക്രമണിക്കാനുള്ള കാര്യം ഞങ്ങൾക്കോ പുള്ളിയുടെ കൂട്ടുകാർക്കോ ആർക്കും വ്യക്തമല്ല. അത് ഇവർ 3 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന് വണ്ടി ഇടിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത്. വണ്ടി അങ്ങനെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി, ഇവന് ഓടി വണ്ടി തെറ്റിപ്പോയി. നേരെ വണ്ടി ഒന്ന് ഒരു ഇതിലിടിച്ചു, ഫോർച്യൂണറായിരുന്നു. അതൊരു മറ്റേ JCBയിൽ ഇടിച്ചു നിന്നു. അതിന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ദൃക്സാക്ഷികൾ പറഞ്ഞാണ്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ നെഞ്ചിൽ വെടിവെക്കായിരുന്നു. ആക്രമണത്തിന് ശേഷം നിസാർ അടക്കമുള്ള പ്രതികൾ ഒളിവിൽ പോയി. ഗുണ്ടകൾ തമ്മിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലമ്പൂർ പോത്തുകൽ ഞെട്ടിക്കുളത്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഭർത്താവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഞെട്ടിക്കുളം മുതുപുരയിടത്ത് ബിനേഷ് ശ്രീധരനാണ് മരിച്ചത്. സംഭവത്തിൽ ബിനേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രഹനയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. ഇന്നലെ രാത്രി സഹോദരന്റെ വീട്ടിലാണ് ബിനേഷ് ഉറങ്ങിയിരുന്നത്. പുലർച്ചെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ വീടിനോട് ചേർന്ന് പുഴക്കടവിലെ റബ്ബർ മരത്തിൽ ബിനേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബിനേഷ് ശ്രീധരന്റെ ഭാര്യ രഹന, മക്കളായ ആദിത്യൻ, അനന്തു, അർജുൻ എന്നിവരെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ബിനേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രഹനയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. അതിനിടയിലാണ് ബിനേഷിന്റെ ആത്മഹത്യ. ബിനേഷിന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധമാണ് ഒരു കുടുംബത്തിലെ മുഴുവൻ പേരുടെയും മരണത്തിന് കാരണമായത്. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപനങ്ങളുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ കള്ളപ്പണം വെളുപ്പിച്ചതായി ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപനങ്ങൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തത് കണക്കിൽപ്പെടാത്ത 15 കോടിയോളം രൂപയാണ്. 4 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് 15 കോടിയോളം രൂപ കണ്ടെത്തിയത്. നിരോധിച്ച നോട്ടുകളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും. എൻഫോഴ്സ്മെന്റ് പ്രത്യേക സംഘം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപനങ്ങൾ കൂടുതൽ കള്ളപ്പണം വെളുപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി 6000 കോടിയോളം രൂപ വിദേശ സഹായം ലഭിച്ചതായുള്ള രേഖകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. എന്നാൽ ഈ പണത്തിലേറെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കുകയായിരുന്നു. ഇത്തരം അനധികൃത നിക്ഷേപങ്ങളെക്കുറിച്ചും പരിശോധിക്കുന്നുണ്ട്. പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി മണിയാണ് മരിച്ചത്. മദ്യപാനത്തിനിടെയുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇയാളുടെ സുഹൃത്തുക്കളായ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രിയിൽ താഴം മില്ലുംപടിയിലെ വാടക വീട്ടിലാണ് സംഭവം. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് കൊല്ലപ്പെട്ട മണിയും സുഹൃത്തുക്കളും. മദ്യപിക്കുന്നതിനിടെ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് മണിയെ തൂമ്പ കൈകൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് എത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വില്ലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. മദ്യപിച്ചുള്ള വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നും മറ്റ് വിരോധങ്ങളില്ലെന്നും പോലീസ് പറഞ്ഞു. മണിയുടെ സുഹൃത്തുക്കളും തഞ്ചാവൂർ സ്വദേശി ഭരത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാന BJPയിലെ പോര് പരിഹരിക്കാൻ ഇടപെട്ട് കേന്ദ്ര നേതൃത്വം. പ്രശ്നപരിഹാരത്തിനായി അടിയന്തര കോർ കമ്മിറ്റി യോഗം വിളിക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. ഡൽഹിയിലെത്തിയ K. സുരേന്ദ്രനോടാണ് ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പോര് തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് കേന്ദ്രം. തർക്കങ്ങളിൽ പ്രശ്നപരിഹാരം ഉടൻ വേണം. അടിയന്തര കോർ കമ്മിറ്റി യോഗം വിളിച്ച് നേതാക്കൾ ഒറ്റക്കെട്ടെന്ന സന്ദേശം അണികൾക്കും പൊതുജനങ്ങൾക്കും നൽകണം. പാർട്ടിയിൽ പരസ്യ പ്രതികരണം പാടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ പരാതികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കുമെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കി. അതേസമയം പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിൽ മുൻ അധ്യക്ഷന്മാരെ അടക്കം വിശ്വാസത്തിലെടുക്കണമെന്ന് K. സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം കർശന നിർദ്ദേശം നൽകി. മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്നുവെന്ന പരാതികൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയ JP നഡ്ഡ പുനഃസംഘടനയിൽ അവസാനഘട്ട വെട്ടിനിരത്തലുകൾ ഉണ്ടായോ എന്നും ആരാഞ്ഞു. ദേശീയ സംഘടനാ സെക്രട്ടറിയുടെ അനുമതിയോടെയാണ് പട്ടിക അംഗീകരിച്ചതെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത നീക്കവുമായി NCP. LDF സ്ഥാനാർത്ഥികൾക്കെതിരെ NCP മത്സരിച്ചേക്കും. പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകിയതാണ് വിമത നീക്കത്തിന് പിന്നിൽ.
തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് NCPയുടെ വിമത നീക്കത്തിന് പിന്നിൽ. സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ ഇത്തവണ നൽകിയില്ലെന്നും സീറ്റ് വിഭജനത്തിൽ CPIM വിവേചനം കാണിച്ചുവെന്നും പരാതിയുണ്ട്. കോഴിക്കോടും കോട്ടയത്തും കുട്ടനാട്ടിലും ഉൾപ്പെടെ പാർട്ടിയുടെ സീറ്റുകൾ കുറഞ്ഞു. ജില്ലാ പഞ്ചായത്ത്, നഗരസഭ, പഞ്ചായത്ത് സീറ്റുകളിൽ പകുതിയിലധികവും പിടിച്ചെടുത്തു. മുന്നണിയിൽ ജോസ് കെ മാണി വിഭാഗത്തിന് കൂടുതൽ പരിഗണന നൽകുന്നതിലും NCPക്ക് കടുത്ത അതൃപ്തിയുണ്ട്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ വെറും പ്രഹസനമാണ്. CPIM തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സീറ്റുകൾ നൽകുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇടതു സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരെ നിർത്താൻ NCP ഒരുങ്ങുന്നത്. പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നാണ് NCP നേതൃത്വം നൽകുന്ന സൂചന. വിമത നീക്കമുണ്ടായാൽ മുന്നണിയിൽ വലിയ പൊട്ടിത്തെറിക്കും സാധ്യതയുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണ ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. തലസ്ഥാന ജില്ലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് മുന്നണി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറിയ പങ്കും LDFനൊപ്പം നിന്നു. ഇത്തവണയും നേട്ടം ആവർത്തിക്കാനാകുമെന്ന് LDF ക്യാമ്പ്. BJPയും കോൺഗ്രസും ഒത്തുകളിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുകയാണ്. അങ്ങനെ ഒത്തുകളിച്ചാലും അത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കടുത്ത മത്സരം കോർപ്പറേഷനിൽ അടക്കം കാഴ്ചവെച്ച BJP ഇത്തവണ ജില്ലയിലെ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കാമെന്ന് കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ പ്രാവശ്യം NDA എന്ന് പറയുന്ന ഘടകകക്ഷി പോലും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്ത് BJP ഒറ്റക്കാണ് നേടിയത്. 2010 തരംഗം ആവർത്തിക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. എന്നാൽ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ UDFനായിട്ടില്ല. വിജയസാധ്യതയാണ് പ്രധാനം. ഘടകകക്ഷിക്ക് സീറ്റ് നൽകുമ്പോഴും വിജയസാധ്യത മുൻനിർത്തി ചിലപ്പോൾ അവർ പറയുന്ന സ്ഥാനാർത്ഥികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒക്കെ കൊടുക്കാനുള്ള സാധ്യത അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ തമ്മിൽ ഒരു തർക്കവും ഞങ്ങൾക്ക് ആക്കില്ല. വിജയതന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ. ജില്ല ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നത് കണ്ടറിയണം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ പൂഞ്ഞാർ ഡിവിഷനിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കി ഷോൺ ജോർജ്. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ PC ജോർജിന് പിൻഗാമിയാകാനുള്ള ഒരുക്കമായാണ് ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം വിലയിരുത്തപ്പെടുന്നത്. എനിക്ക് ഇന്ന് വരെ, ഈ നിമിഷം വരെയും എന്നെക്കുറിച്ച് ആരെങ്കിലും മക്കൾ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ എന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ 20 വർഷമായി തുടരുന്ന പൊതുപ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലെന്ന് ഷോൺ ജോർജ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി PC ജോർജ് മത്സരിക്കില്ലെന്നും ഷോൺ ജോർജ് പകരക്കാരനായി എത്തുമെന്നും അഭ്യൂഹമുണ്ടായിരുന്നു. അതിനു മുന്നേ ഷോൺ മത്സര രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ്. പൂഞ്ഞാർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരം. എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, ആളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലാതെ തന്നെ എന്നെ ആളുകൾക്ക് അറിയാം എന്നുള്ളത് എനിക്ക് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഏറെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ജനപക്ഷം മുന്നണികളുടെ ഭാഗമാകാതെ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള കാരണവും ഷോൺ ജോർജ് ജനങ്ങളോട് തുറന്നു പറയും. വ്യക്തിപരമായ ചില വൈരാഗ്യങ്ങൾ, അതായിരുന്നു ചില വ്യക്തികളുടെ നിലപാട്. ഒരു പാർട്ടിയെ ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കും. ചില വ്യക്തികളുടെ നിലപാട് അതാണ്. മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള താമരശ്ശേരി ബിഷപ്പ് മാർ റെബജിയോസ് ഇഞ്ചനാനിയിലുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന് ലഭിക്കാതിരിക്കുന്നത് നീതി നിഷേധമാണെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് മുന്നണികൾ കടക്കുന്ന സമയത്താണ് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലുമായി കൂടിക്കാഴ്ച നടത്തിയത്. ബിഷപ്പിന്റെ ക്ഷണപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ തുല്യമായി വീതിച്ചു നൽകേണ്ടതാണ് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഏതായാലും നീതി നിഷേധത്തിന്റെ കാര്യത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സമൂഹ മാധ്യമത്തിലിട്ട കുറിപ്പിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും വ്യക്തമാക്കി. നമ്മളെന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സമൂഹത്തിന്റെ സ്വത്താണ്. അവസാന യോഗം ചേർന്ന് നിലവിലെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ പിരിഞ്ഞു. തദ്ദേശ പോരിനിടയിലും ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ സൗഹൃദം പങ്കിട്ടാണ് മടങ്ങിയത്. ഭരണകാലത്ത് വിവാദങ്ങൾ ഒഴിഞ്ഞ് നേരമില്ലായിരുന്നെങ്കിലും മേയർ സൗമിനി ജെയിൻ 5 വർഷം നീണ്ട ദൗത്യം അവസാനിപ്പിച്ചത് പാട്ടുപാടിയാണ്. പ്രതിപക്ഷവും ഒട്ടും കുറച്ചില്ല. ഇത്തവണ ഇടതുപക്ഷം പാട്ടും പാടി ജയിക്കുമെന്ന് അവകാശപ്പെട്ട പ്രതിപക്ഷ നേതാവും CPIM കൗൺസിലറുമായ KJ ആന്റണിയും പാട്ടിലൊപ്പം കൂടി. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവനാടൻ പെണ്ണ്. വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് സൗമിനി ജെയിന്റെ മറുപടി. അതിനെ പറ്റിയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം പാർട്ടി തലത്തിലാണ് ഉണ്ടാവുക. 5 വർഷം നിരന്തരം പോരടിച്ചിരുന്നവരാണെങ്കിലും മേയർക്ക് കൈ കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് മറന്നില്ല.
കൊച്ചിൻ കോർപ്പറേഷനിൽ മുന്നണികൾക്ക് ഇക്കുറി അഭിമാന പോരാട്ടമാണെങ്കിലും കാലാവധി പൂർത്തിയാക്കുന്ന കൌൺസിലർമാർക്ക് ഈ പിരിമുറുക്കമൊന്നുമില്ല. ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫിയും ഒക്കെയായി കോളേജ് പിരിഞ്ഞ വിദ്യാർത്ഥികളുടെ ഭാവത്തിലാണ് കൌൺസിലർമാർ മടങ്ങിയത്. കൊടുവള്ളിയാണ് ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ താരം. വിവാദങ്ങളിൽ അകപ്പെട്ട കാരാട്ട് ഫൈസൽ ഇക്കുറിയും തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ സ്വർണ്ണക്കള്ളക്കടത്തു കേസ് അന്വേഷണം പല ഘട്ടങ്ങളിലും കോഴിക്കോട് കൊടുവള്ളിയിലേക്കും എത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ കൊടുവള്ളി വാർത്തകളിൽ നിറഞ്ഞു. കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത കാരാട്ട് ഫൈസൽ ഇടതു സ്ഥാനാർത്ഥിയായി എത്തുന്നതാണ് UDF ക്യാമ്പിന്റെ പ്രധാന ആരോപണം. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ആളുകളെയും എൻഫോഴ്സ്മെന്റും കസ്റ്റംസും അതോടൊപ്പം NRA ഉൾപ്പെടെയുള്ള ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ അവരെ വീണ്ടും സ്ഥാനാർത്ഥികളായിക്കൊണ്ട് ഈ സമൂഹത്തോട് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സമീപനം കൊടുവള്ളി നഗരസഭയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ ഭരണവിരുദ്ധ വികാരത്തിൽ പ്രചാരണം കൊഴുപ്പിക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കൊടുവള്ളിയുടെ നഗരസഭയുടെ ഭരണം തിരിച്ചുപിടിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. 36 അംഗ നഗരസഭയിൽ ലീഗിന് 15ഉം കോൺഗ്രസിന് 3ഉം LJDക്ക് 1 അംഗങ്ങളാണുള്ളത്. പ്രതിപക്ഷത്തിനാകെ 16 അംഗങ്ങളും. സംസ്ഥാന സർക്കാർ ഡീസൽ കാറുകൾ ഉപേക്ഷിക്കുന്നു. ഇനി മുതൽ ഡീസൽ വാഹനങ്ങൾ വാങ്ങുകയോ കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുക്കുകയോ ചെയ്യില്ല. പകരം ഇലക്ട്രിക് കാറുകളാകും ഉപയോഗിക്കുക. സർക്കാരിന്റെ ചെലവും അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഡീസൽ കാറുകൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ഇനി പുതിയതായി ഡീസൽ കാറുകൾ വാങ്ങില്ല. ഇപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള കാറുകൾ കാലാവധി കഴിയുന്നതോടെ ഒഴിവാക്കും. സർക്കാർ പ്രഖ്യാപിച്ച നയത്തിനനുസരിച്ചാണ് പുതിയ തീരുമാനം. ഇനി മുതൽ ഇലക്ട്രിക് കാറുകളാകും വാങ്ങുക. അനർട്ടാണ് നോഡൽ ഏജൻസി. വാഹനങ്ങൾ വേണ്ട വകുപ്പുകൾ അനർട്ടിൽ രജിസ്റ്റർ ചെയ്യണം. അനർട്ട് കേന്ദ്ര സ്ഥാപനമായ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡുമായി സഹകരിച്ച് വാഹന കമ്പനികളിൽ നിന്ന് വാഹനങ്ങൾ പാട്ടത്തിനെടുക്കും. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വണ്ടികൾ ആവശ്യമുണ്ടെങ്കിൽ ദേ ഹാവ് ടു രജിസ്റ്റർ ഓൺലൈൻ. നമ്മുടെ വെബ്സൈറ്റിൽ ഇതിന് ലിങ്ക് കൊടുത്തതാണ്. അത് ഡിഫറെന്റ് അവരുടെ ലീസ് റെന്റിന്റെ ചെറിയ വ്യത്യാസമുണ്ട്, റേഞ്ചിന്റെ ചെറിയ വ്യത്യാസമുണ്ട്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആദ്യം വേണ്ടിവരുന്ന ഭീമമായ തുക ഇതിലൂടെ ഒഴിവാക്കാൻ സർക്കാരിനാകും. മാത്രമല്ല 1 കിലോമീറ്റർ യാത്രയ്ക്ക് 1 രൂപയെ ചിലവാവുകയുള്ളൂ. 22,950 രൂപ മുതലാണ് വാഹനത്തിന്റെ പ്രതിമാസ വാടക. കാർബൺ ന്യൂട്രൽ നയത്തിന്റെ ഭാഗമായി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ നീക്കം. ഓരോ ജില്ലയിലും വാഹനം റീചാർജ് ചെയ്യുന്നതിനുള്ള കേന്ദ്രങ്ങളും ഒരുങ്ങുന്നുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ അണിയറയിൽ പ്രചാരണത്തിനായുള്ള പോസ്റ്ററുകൾ തയ്യാറായി തുടങ്ങി. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ പ്രിന്റിംഗ് മേഖലയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ് തെരഞ്ഞെടുപ്പ് കാലം. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ചർച്ച ചെയ്യാനുള്ള മുന്നണി യോഗങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. എന്നാൽ ആ പാർട്ടികൾ നൽകിയ ഉറപ്പിന്റെ പേരിൽ സ്ഥാനാർത്ഥികൾ പോസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള പ്രചാരണം പ്രിന്റിംഗ് മേഖലയെ ബാധിക്കില്ല എന്നാണ് പ്രതീക്ഷ. കോവിഡ് കാലത്ത് പ്രസ്സുകളിലും ചില നിയന്ത്രണങ്ങളുണ്ട്. എല്ലാവരും മെയിൽ മാക്സിമം അവിടെ തന്നെ വെച്ച് ഡിസൈൻ ചെയ്ത് നമുക്ക് മെയിൽ അയക്കുന്നു. മെയിൽ അയച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ ഉടനെ തന്നെ പ്രിന്റ് ചെയ്ത് അവരെ വിളിച്ചു പറഞ്ഞ് ജസ്റ്റ് ഒരാളെ മാത്രം നമ്മൾ വരുത്തുന്ന ആ ഒരു രീതിയിലോട്ട് മാറ്റി, ആൾക്കൂട്ടമൊന്നും കൂടുതൽ വരാതെ ആ ഒരു രീതിയിലോട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നതിനാൽ പ്രിന്റിംഗ് തൊഴിലാളികളും കാത്തിരിപ്പിലാണ്. സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും ആകർഷിക്കാൻ ചില നമ്പറുകളുമുണ്ട്. ഓരോ കോംബോ ഓഫറും ഓരോ രീതിയിലും ഞങ്ങൾ ആ രീതിയിൽ 1000 പോസ്റ്ററോ 1000 നോട്ടീസ് ഒരുമിച്ച് അടിക്കുന്നവർക്ക് 1000 സ്ലിപ്പ് ഫ്രീ എന്ന രീതിയിൽ ഞങ്ങൾ ജസ്റ്റ് ആഡൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഫേസ് മാസ്കുകളിൽ ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ പേരും പ്രിന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇക്കുറിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോസ്റ്റർ മുതൽ പ്രസംഗം വരെ ഇത്തവണ ഡിജിറ്റലാണ്. മുന്നണികളെല്ലാം സൈബർ പ്രവർത്തകരുടെ ചെറുസംഘങ്ങൾ വാർഡ് തലത്തിൽ രൂപീകരിച്ചു കഴിഞ്ഞു. യുവാക്കളാണ് ഡിജിറ്റൽ പ്രചാരണത്തിന്റെ അമരക്ക. ലോകം കോവിഡിന് ശേഷവും കോവിഡിന് മുൻപും എന്ന തരത്തിൽ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വരെ കോവിഡ് തലകീഴായി മറിച്ചു. നാട്ടിൻപുറങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ ഭരിക്കുന്നത് ഇപ്പോൾ ലാപ്ടോപ്പുകളും സൈബർ പോരാളികളുമാണ്. വാർഡുകളിലെ എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ, സ്ഥാനാർത്ഥികളുടെ സ്റ്റേറ്റസ് വീഡിയോകൾ, വികസന നേട്ടങ്ങൾ അങ്ങനെ നീളുന്നു ഇടത് സൈബർ ഇടങ്ങളിലെ ഡിജിറ്റൽ പ്രചാരണങ്ങൾ. പുതിയ തലമുറയോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് വാർഡുകളിലെ ആളുകളുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ചുകൊണ്ട് വാട്സപ്പ് വഴിയും മറ്റ് നവമാധ്യമ പ്രചരണങ്ങൾ വഴിയുമാണ് സൈബർ റൂമായിട്ട് തന്നെ നമ്മൾ മാറി പ്രചരണ രംഗവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക സൈബർ വിങ്ങിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എല്ലാ മുന്നണികളും സജ്ജമാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മകൾ ഉണ്ടാകണമെന്ന ആഹ്വാനവുമായി KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. യാക്കോബായ സഭ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ
60ാം പിറന്നാൾ ആഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കർദിനാൾ ആലഞ്ചേരി. ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. സഹോദര്യ മനോഭാവത്തോടുകൂടെ നമുക്ക് സഭകൾ പരസ്പരം ബന്ധപ്പെടാം. സഭകളുടെ കൂട്ടായ്മയെ നമുക്ക് സൃഷ്ടിക്കാം. കോടതി വിധിയെ തുടർന്ന് പള്ളികൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മലങ്കര കത്തോലിക്ക സഭയുടെ പള്ളികൾ തുറന്നു കൊടുക്കാൻ ഇനിയും തയ്യാറെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ പറഞ്ഞു. ഞങ്ങളുടെ സഭയുടെ ആസ്ഥാന ദേവാലയമായ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യം വന്നാൽ ആ തിരശ്ശീല നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്നുള്ളതും സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുന്നു. മാർത്തോമ സഭയുടെ നിയുക്ത മെത്രാപ്പോലിത്ത ഗീവർഗീസ് മാർ തെയോഡോഷ്യസ്, യാക്കോബായ സഭയുടെ മറ്റ് മെത്രാപ്പോലിത്തമാർ, ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പിറന്നാൾ ആഘോഷം. രാജ്യത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. രാജ്യത്തെ കൂടുതൽ തീർത്ഥാടകരുള്ള ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. രാജ്യത്തെ കൂടുതൽ തീർത്ഥാടകരുള്ള ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട്. കരിപ്പൂരിൽ റൺവേ നവീകരണത്തിന്റെ പേരിൽ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം 2015 നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയിരുന്നു. 2019 ഇത് കോഴിക്കോട്ടേക്ക് തന്നെ പുനഃസ്ഥാപിച്ചെങ്കിലും കൊച്ചിയിലെ പോയിന്റ് നിലനിർത്തുകയായിരുന്നു. എന്നാൽ പുതിയ തീരുമാനപ്രകാരം കൊച്ചിയിൽ മാത്രം എംബാർക്കേഷൻ പോയിന്റ് വരുന്നത് കോവിഡ് സാഹചര്യത്തിൽ മലബാറിലെ ഹാജിമാർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുക. എന്ത് കാരണവശാലാണ് ഇവർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നെടുമ്പാശ്ശേരി തെരഞ്ഞെടുത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനിയും സമയമുണ്ട്. അത് തിരിച്ചുകൊണ്ട് കാലിക്കറ്റിനാക്കാൻ അവർക്ക് കഴിയുന്നതാണ്. ഒരു ഉത്തരവിറക്കാലോ. പുതിയ തീരുമാനപ്രകാരം തമിഴ്നാട് ചെന്നൈ എംബാർക്കേഷനും കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ തീർത്ഥാടകർ മലബാറിൽ നിന്നായതിനാൽ കോഴിക്കോട് വിമാനത്താവളവും ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രമാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഈ വർഷം ഹജ്ജ് തീർത്ഥാടനം നടന്നിട്ടില്ല. കാട്ടാനക്കൂട്ടം വീട് വളഞ്ഞതോടെ ശ്വാസം അടക്കിപ്പിടിച്ച് കുരുന്നുകളടക്കം കഴിഞ്ഞത് 5 മണിക്കൂർ. വീടിന്റെ ജനൽ ചില്ലുകളും വാതിലും തകർത്ത് പുലർച്ചെയോടെയാണ് കാട്ടാനക്കൂട്ടം കാട് കയറിയത്. മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിലാണ് സംഭവം. രാത്രി 11 മണിയോടെ കുട്ടിയാനയുമൊത്ത് എത്തിയ കാട്ടാനക്കൂട്ടം സുധിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. സമീപത്തെ കൃഷിയിടവും കാട്ടാനക്കൂട്ടം തകർത്തെറിഞ്ഞു. ഭയന്നു വിറച്ച കുട്ടികളുമൊത്ത് സുധ അടുക്കളയിൽ ഒളിച്ചു. മരണഭയത്തോടെയാണ് രാത്രി തള്ളി നീക്കിയത് എന്ന് കുട്ടികൾ പറയുന്നു. രണ്ട് സംഘങ്ങളായാണ് കാട്ടാനകൾ എസ്റ്റേറ്റുകളിലെത്തിയത്. ബീൻസ് കൃഷി പൂർണ്ണമായും നശിപ്പിച്ചു. 11 വന്നിട്ട് 2 മണി വരയ്ക്കും ഇങ്ങനെ തന്നെ താഴ്ത്താങ്ങായി ഇതെല്ലാം തന്നെ. കാട്ടാനകൾ കൂട്ടമായി കാടിറങ്ങിയതോടെ സ്വൈര്യ ജീവിതം നയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് തോട്ടം തൊഴിലാളികൾ. ലക്ഷങ്ങളുടെ കൃഷിയാണ് നഷ്ടമായത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകിവന്ന ലബോറട്ടറി ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിച്ചു. കൊട്ടാരക്കര വാളകത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാബിനെതിരെയാണ് ആരോഗ്യ വിഭാഗം നടപടിയെടുത്തത്. ഉമ്മന്നൂർ പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗമാണ് ലാബിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ അനുമതി പഞ്ചായത്തിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ ലാബ് അധികൃതർ വാങ്ങിയിരുന്നില്ല. തിരക്കേറിയ മേഖലയിൽ റേഷൻ കടയോട് ചേർന്നാണ് ലാബ് പ്രവർത്തിച്ചു വന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയാണ് ലാബിന്റെ പ്രവർത്തനമെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തുകയായിരുന്നു. ലാബിന് ലൈസൻസ് കിട്ടിയിരിക്കുന്നത് ആന്റിജൻ ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ളതല്ല. അല്ലാതെ മെഡിക്കൽ സൗകര്യത്തിനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം. പക്ഷേ എന്നാൽ ആന്റിജൻ ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിസ്ക് ഉൾപ്പെടെ ഉള്ളത് ക്രമീകരിക്കേണ്ട കാരണമുണ്ട്. PPE കിറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നതിലും ഗുരുതര വീഴ്ച ലാബിൽ ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പല മേഖലകളിലും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കിയതോടെയാണ് ലാബുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് തുടക്കമിട്ടിരിക്കുന്നത്. ലാബിന് ICMRന്റെ അനുമതിയുണ്ടെന്നായിരുന്നു ഉടമയുടെ വാദം. അതേസമയം ഈ സ്ഥലത്ത് ലാബിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഭൗതിക സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. കൂടുതൽ വാർത്തകൾക്കായി 24news.com സന്ദർശിക്കുക. ഇന്നത്തെ കേരള സ്പീഡ് ന്യൂസ് പൂർത്തിയാവുകയാണ്.